ഒരു കാരണവശാലും നമ്മൾ കരിയില കത്തിക്കുക അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കോളേജിൻ്റെ ക്യാമ്പസിലില്ല. പ്രകൃതിയിലേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബൺ തിരികെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള വലിയ വലിപ്പമേറിയ മരങ്ങൾ ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കോളേജിലെ മുഴുവൻ പ്രവർത്തനങ്ങളും എയർ കണ്ടീഷണറുകൾ, എയർ കണ്ടീഷൻഡ് ഹോളുകളും ക്ലാസ് റൂമുകളും എല്ലാം പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ്. അമേരിക്ക പോലെയുള്ള, അതുപോലെ തന്നെ ചൈന, അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ 2060-ലും 2070-ലുമൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ 2025-ൽ തന്നെ ഈ ഒരു നേട്ടത്തിലെത്തിച്ചേർന്നത് എന്നത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. നമസ്കാരം. എനിക്ക് പിന്നിലുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഞാനൊരു പാർക്കിലാണ് നിൽക്കുന്നത് എന്ന്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാർ ഗ്രിഗോറിയസ് ലോ കോളേജിലാണ്. എന്തായാലും ഈ ഒരു കോളേജ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇതിൽ പറയാനുള്ളത് 2060-70 ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നേട്ടം കൈവരിക്കാൻ ഇരിക്കുകയാണ്. 2025-ൽ ഈ സുവർണ നേട്ടം ഈ കോളേജിന് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കോളേജിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം തന്നെ നമുക്ക് കാണാം. ഈ ക്യാമ്പസിനെ നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുൻപ് എന്താണ് നെറ്റ് സീറോ, ഇന്ത്യ എങ്ങനെ ഈ ലക്ഷ്യം കൈവരിക്കും എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നേക്കാം. കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ മാറ്റങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് രാജ്യങ്ങൾ നിലവിലിപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ 2070-ഓടെ നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. ഗ്ലാസ്ഗോയിൽ നടന്ന കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിലാണ് നിർണായകമായ ഈ തീരുമാനങ്ങൾ എടുത്തത്. ഹരിതഗൃഹവാതകത്തിൻ്റെ അമിതമായ പുറന്തള്ളലാണ് ആഗോളതാപനം വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്ന് ചർച്ചയ്ക്കിടെ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, ആഗോളതലത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന ഇത്തരം അപകടകരമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു അന്താരാഷ്ട്ര ശാസ്ത്ര സമവായവും നിലനിൽക്കുന്നുണ്ട്. 2010-ലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുറന്തള്ളൽ ഗണ്യമായി കുറയ്ക്കും എന്നാണ് അന്താരാഷ്ട്ര ശാസ്ത്ര സമവായത്തിൽ പറയുന്നത്. അതായത് 2030-ഓടെ 45% കുറയുകയും 2050-ഓടെ 0-ലെത്തുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അച്ചോ, ഇത്തരത്തിലൊരു ആശയം ഈ ഒരു കോളേജിൽ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ കോളേജ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ ആശയത്തിൽ ഉദിച്ച ഒരു കോളേജാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ നടത്തിപ്പിനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. നമുക്കറിയാവുന്ന പോലെ സുസ്ഥിര വികസന മോഡലുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17 ലോകരാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 7ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണ് ക്ലീനർ ആൻഡ് സസ്റ്റൈനബിൾ എനർജി എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ചൂട് പിടിച്ച്
ലോകം ഇന്ന് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അതിനോട് ചേർന്നുകൊണ്ട് കോളേജ് ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ഗോള് അറ്റൈൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ബാവ തിരുമേനിയാണ് ഇതിൻ്റെ എല്ലാ ആശയങ്ങളും ഞങ്ങൾക്ക് നൽകി ഈ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനം എന്ന നിലയിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് ആക്കിയത്. അതുകൂടാതെ ഈ കോളേജിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഒരു എമിഷൻസിലൂടെ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കോളേജിൽ വരുത്തിയിരിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലീനർ എനർജി എന്നുള്ള നിലയിൽ നമ്മുടെ കോളേജിലെ മുഴുവൻ പ്രവർത്തനങ്ങളും എയർ കണ്ടീഷൻഡ് ഹോളുകളും ക്ലാസ് റൂമുകളും എല്ലാം പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ്. 50 കിലോവാട്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോളാർ പാനലുകൾ നമ്മൾ ആദ്യം കോളേജിൻ്റെ റൂഫിൽ സ്ഥാപിച്ചു. അത് ഈ നേട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് മാറുകയായിരുന്നു. രണ്ടാമതായിട്ട് ഈ 3 ഏക്കർ സ്ഥലത്ത് ഏകദേശം 300-ലധികം മരങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വെച്ച് പിടിപ്പിച്ചതും അതിന് മുമ്പുണ്ടായിരുന്നതുമായ 300-ലധികം മരങ്ങൾ നമ്മുടെ ഈ ക്യാമ്പസിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാർബൺ എമിഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രകൃതിയിലേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബൺ തിരികെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള വലിയ വലിപ്പമേറിയ മരങ്ങൾ ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അടുത്ത ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഈ ക്യാമ്പസ് ഒരു ഇഞ്ച് ഭൂമി പോലും തരിച്ചിട്ടിട്ടില്ല. എല്ലാ സ്ഥലവും കൃഷി, അതായത് കാർഷിക വിളകൾ കൊണ്ട് വാഴ, ചേന, ചേമ്പ്, അതുപോലെ തന്നെ മരച്ചീനി ആദിയായ കാർഷിക വിളകൾ നടുകയും ആ പച്ചപ്പ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വീഴുന്ന കരിയിലയും അതുപോലെ തന്നെ 1000-ഓളം കുട്ടികൾ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും എല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനും ഉള്ള എഗ്രിമെൻറ്റ്സ് നമ്മുടെ ക്ലീൻ കേരള മിഷനുമായിട്ടും അതുപോലെ തന്നെ നവകേരള മിഷനുമായിട്ടും ഹരിത കേരള മിഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൂടി അത് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുകയും ഇവിടെ നിന്ന് കാലാകാലങ്ങളിൽ നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ കരിയില കത്തിക്കുക അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കോളേജിൻ്റെ ക്യാമ്പസിലില്ല. കരിയിലെല്ലാം 1-2 സ്ഥലങ്ങളിൽ സംഭരിച്ചതിന് ശേഷം അത് ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ വളമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരങ്ങളൊക്കെ നട്ടത് വിദ്യാർത്ഥികളും അധ്യാപകരെല്ലാവരും കൂടി ചേർന്നാണ്. ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടു കൂടിയാണ്. നമ്മുടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു NSS യൂണിറ്റ് നമ്മുടെ കോളേജിനുണ്ട്. NSS യൂണിറ്റാണ് ഈ കൃഷി കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് വിദ്യാവനം എന്ന പേരിൽ ഒരു പുതിയ കുറേ പ്രദേശത്ത് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി മാർച്ച് 22, 2021 അത് നടപ്പിലാക്കിയത്. അത് അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ആ മരങ്ങളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചത്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര വർഷമെടുത്തു? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 2 വർഷത്തെ കഠിന പരിശ്രമം 2023-24 വർഷങ്ങളിലെ പ്രത്യേകമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഹരിത കേരള മിഷൻ്റെയും നവകേരള മിഷൻ്റെയും നിർദ്ദേശങ്ങളും ഗൈഡൻസും ഉണ്ടായിരുന്നു. അവർ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. നിലവിലിപ്പോൾ നെറ്റ് സീറോ കാർബണുള്ള എമിഷനുള്ള സർട്ടിഫൈഡ് ആണ് ഈ കോളേജ്. നെറ്റ് സീറോ കാർബൺ എമിഷൻ 2025 മാർച്ച് 5 മുതൽ മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് നെറ്റ് സീറോ കാർബൺ എമിഷനാണെന്ന് ഔദ്യോഗികമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഏജൻസി അവർ നിയോഗിച്ച എക്സ്പെർട്ട് പാനൽ അസസ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു കോളേജിന് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എപ്പോഴും വിദ്യാഭ്യാസ രംഗത്തും അതും നൂതന മേഖലകളിലൂടെ സമൂഹത്തിന് കൂടുതൽ ഗുണകരമാകുന്ന മേഖലകളിലൂടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്ന ഒരു സഭയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഇത് മലങ്കര കാത്തലിക് എഡ്യൂക്കേഷണൽ സൊസൈറ്റി, തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ മലങ്കര കാത്തലിക് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന തിയോഫിയോന്യ ബാവ തിരുമേനിയുടെ ക്ലിമീസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ മേൽനോട്ടത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ആ നിലയിൽ നമ്മൾക്ക് ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട്.
മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ അമേരിക്ക പോലെയുള്ള, അതുപോലെ തന്നെ ചൈന, അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ 2060-ലും 2070-ലുമൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ 2025-ൽ തന്നെ ഈ ഒരു നേട്ടത്തിലെത്തിച്ചേർന്നത് എന്നത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. നമ്മൾ തന്നെ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് ഇതൊരു പാർക്കാണ് എന്നാണ്. ദിവസവും ഇവിടെ വൃത്തിയാക്കുമോ? നമുക്ക് അഭിമാനത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും, നമ്മുടെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് 6 പേര് നമുക്ക് ഉണ്ട്. അവർ എല്ലാ ദിവസവും ഇവിടെ ഈ കോളേജിൻ്റെ ക്യാമ്പസ് മുഴുവൻ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ നമുക്കൊരു മുഴുവൻ സമയ ഒരു ഗാർഡനറും ഒരു കൃഷിക്ക് വേണ്ടി സഹായിക്കാനായിട്ടൊരു സഹായിയുണ്ട്. ഈ 8 പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ക്യാമ്പസ് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ സോളാറിലൂടെയാണോ മുഴുവനായി കോളേജ് പ്രവർത്തിക്കുന്നത്? കോളേജിൽ എന്തൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ടോ അത് മുഴുവൻ സോളാർ എനർജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഉപയോഗത്തിന് ശേഷം വരുന്നത് KCBയുടെ ഗ്രിഡിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 3 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജ് അങ്കണത്തിൽ നിരവധി വൃക്ഷങ്ങളും സോളാർ പാനലുകളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു വാഹനങ്ങൾക്കും ഇങ്ങോട്ട് പ്രവേശനവുമില്ല. അതെല്ലാം തന്നെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നതിന് കാരണമായിരിക്കുന്നു എന്ന് തന്നെയാണ് കോളേജ് അധികൃതരും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കോളേജിലെ കാഴ്ചകൾ എല്ലാം തന്നെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.